നമസ്കാരം. ഫുട്ബോൾ പേര് എക്സ്ട്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ധാരാളം മത്സരങ്ങളും മറ്റും ഉണ്ടായിരുന്നല്ലേ. നമ്മൾ 2-3 മാച്ചസിൻ്റെ നമ്മുടെ ഫസ്റ്റ് ചാനലിൽ കവർ ചെയ്തു. ബാക്കി മാച്ചുകളിലൊന്ന് ഓടിച്ചു വിടാനായിട്ടാണ് വരുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് അത്ലറ്റിക്കോ മാഡ്രിഡ് മാച്ച് എന്ന് തുടങ്ങാം. അത്ലറ്റിക്കോ മാഡ്രിഡ് ഇന്നലെ ഹോമിൽ റയൽ ഒവൈഡോനെ 2-0 തോപ്പിക്കുന്ന ഒരു സിനാരിയോ നമ്മൾ കണ്ടു. അത്ലറ്റിക്കോർക്ക് ലൈനപ്പ് നിങ്ങളത് നോക്കുക. അൾവാറസിനെ റെസ്റ്റ് ചെയ്തു. 30 മിനിറ്റ് ആൾ കളിച്ചിട്ടുള്ളൂ. 63 മിനിറ്റിലോ മറ്റോ ആണ് വന്നത്. സിമിയോണിനെ സെക്കൻഡ് ഹാഫാണ് ഇറക്കിയത്. യൂലിയാനോ സിമിയോണിക്ക് ഒരു 45 മിനിറ്റ്സ് റെസ്റ്റ് കിട്ടി. കൂടാതെ അവളുടെ സ്റ്റാർ സെൻറ്റർ ബാക്ക് ഗിമിനസിന് റെസ്റ്റ് കിട്ടി. ആൾ 87 മിനിറ്റിലാണ് ഇറങ്ങുന്നത്. കൂടാതെ മറ്റ് പല ഇമ്പോർട്ടൻറ്റ് താരങ്ങൾക്കും റെസ്റ്റ് കിട്ടുന്ന സിനാരിയോസ് നമ്മളുണ്ട്. ആൾ റൊട്ടേറ്റ് ചെയ്ത് ഈ ഒരു മാച്ചിലോട്ട് വരുമ്പോഴേക്കും പാബ്ലോ ബാരിയോസിനെ ആൾ ബെഞ്ച് ചെയ്തു. പാബ്ലോ ബാരിയോസിന് ലാസ്റ്റ് 30 മിനിറ്റ്സ് ആണ് കളിച്ചത്. ഇമ്പോർട്ടൻറ്റ് പ്ലേയേഴ്സിന് എല്ലാം റെസ്റ്റ് കൊടുക്കാനായിട്ട് സാധിച്ചു. ഹാൻഗോയും ലെങ്ലറ്റും മറ്റുമൊക്കെയാണ് ഇന്നലെ ബാക്കിൽ ഇറങ്ങിയത്. പ്യൂവിലിനെ റൈറ്റ് സൈഡ് CB റോളിലും കളിപ്പിച്ചു. ഇന്നലത്തെ മാച്ചിൽ ഫസ്റ്റ് ഹാഫ് തന്നെ സൊർലോത്ത് 2 ഗോളുകൾ നേടിക്കൊണ്ട് കംഫർട്ടബിൾ 2-0 ലീഡാക്കുവാൻ. 2 ഗോളിലും ഹാൻഗോടെ കൊണ്ട് ഫസ്റ്റ് ഗോളിൽ ഹാൻഗോടെ കട്ട് ഇൻ ടു ദ ബോക്സ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അവിടെ വന്ന് സൊർലോത്ത് ഫിനിഷ് ചെയ്യാണ്. ആൻഡ് സെക്കൻഡ് ഗോളിലും ഹാൻഗോടെ ഇൻവോൾവ്മെൻറ്റ് നമുക്ക് കാണാം. അവിടെ സൊർലോത്ത് വന്ന് ഫിനിഷ് ചെയ്യുന്നൊരു നേരെ ക്രോസ് ബോക്സിലോട്ട് വരുമ്പോഴേക്കും അവരുടെ ഡിഫൻഡർ ക്ലിയർ ചെയ്യുന്നത് നേരെ എയറിലോട്ട് പോകുകയാണ്. സൊർലോത്തിൻ്റെ കാലിലോട്ട് കിട്ടുന്ന ആളത് കംഫർട്ടബിളി ഫിനിഷ് ചെയ്യുന്നൊരു സിനാരി നമ്മൾ കണ്ടു. 2-0 ആക്കുകയാണ്. അതിന് 3-0 ഒക്കെ ആക്കാൻ 4-0 ആക്കാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു. പക്ഷേ അത് കൺവേർട്ട് ചെയ്തില്ല. ആൻഡ് കംഫർട്ടബിളി ഫസ്റ്റ് ഹാഫ് എൻഡ് ചെയ്യുന്നു. ആൻഡ് സെക്കൻഡ് ഹാഫിൽ സബ്സ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ആൾ നടത്തുന്നു. 2-0 വിക്ടറി ആയിട്ട് പോവുകയാണ്. കാര്യമായിട്ട് റയൽ ഒവൈഡോ ടെസ്റ്റ് ചെയ്തുമില്ല ഈ ഒരു മാച്ചിലോട്ട് വരുമ്പോഴേക്കും. ബാർസലോണ മാച്ചാണ് ട്യൂസ്ഡേ വരുന്നത്. അതിനു മുമ്പ് പ്രോപ്പർ റെസ്റ്റ് മിക്ക മെയിൻ താരങ്ങൾക്കും കൊടുക്കാനായിട്ട് സാധിച്ചു സിമിയോണിക്ക്. ആ മാച്ച് മുൻകൂട്ടി കണ്ട് തന്നെയാണ് ആൾ കളിപ്പിച്ചത്. സിമിയോണിക്ക് ചെയ്യാനുള്ളത് ഇതാണ്. ഇതുപോലെ ആൾ പ്രോപ്പർലി സ്ക്വാഡ് റൊട്ടേറ്റ് ചെയ്യുവാണ്. ടീമിനെ ഫ്രഷറായിട്ട് നിർത്തുവാണ്. കാരണം ബാർസലോണ റയൽ മാഡ്രിഡിനേക്കാളും ടു ആൻ എക്സ്റ്റെൻറ്റ് സ്ക്വാഡ് ഡെപ്തും അഥവാ ബാലൻസ്ഡ് ഡെപ്തും ബാലൻസ്ഡിലാണ്. അതായത് എല്ലാ പൊസിഷനിലും ഓപ്ഷൻസ് ഉള്ള ഒരു ടീം അത്ലറ്റിക്കോ ആണ്. ജനുവരിയിൽ അവർ അഡീഷൻസ് നടത്തുന്ന റിപ്പോർട്ടുകളുണ്ട്. നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ 2 പോയിന്റ് ഗ്യാപ്പിലാണ് നിൽക്കുന്നത് റയൽ മാഡ്രിഡുമായിട്ട്. റയൽ മാഡ്രിഡ് ഒരു മണി കുറവേ കളിച്ചിട്ടുള്ളൂ. പക്ഷേ 2 പോയിന്റ് ഗ്യാപ്പിലാണ് നിൽക്കുന്നത്. എന്തും സംഭവിക്കാം. ഇപ്പം ഈ വരുന്ന വീക്കിൽ ബാർസലോണയെ തോപ്പിക്കുവാണെങ്കിൽ ബാർസലോണയുടെ ഒപ്പം എത്തും പോയിന്റ്സ് ടേബിളിൽ. നമ്മൾ നോക്കുവാണെങ്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് ഗോൾ ഡിഫറൻസ് മേ ബി ബാർസ സ്ലൈറ്റ്ലി ഫ്രണ്ടിലാണെങ്കിലും ഈക്വൽ ഓൺ പോയിന്റ്സ് എത്തും. ഒരു മോശം സ്റ്റാർട്ടായിരുന്നു സീസൺ എങ്കിൽ ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ ബാർസേനെ റയലിനെ ക്യാച്ചപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. VRL തൊട്ട് പുറകെ ഉണ്ട്. പക്ഷേ എന്നാലും അത്ലറ്റിക്കോ മാഡ്രിഡ് ടൈറ്റിൽ റേസിൽ ഉണ്ടെന്ന് തന്നെയാണ് എനിക്കിപ്പം തോന്നുന്ന ഒരു സിനാരിയോ. സിമിയോണി കൊണ്ടുപോയി ബോട്ടിൽ ചെയ്തില്ലെങ്കിൽ ഹി ഹാസ് ദ സ്ക്വാഡ്. പുള്ളി ഓവർലി തിങ്ക് ചെയ്യാതിരുന്നാൽ മതി. കാരണം ഇപ്പം റീസെൻറ്റ് മാച്ചുകളായിട്ട് ദേ ആർ പ്ലേയിങ് ഗുഡ്. ഡിഫെൻസീവ്ലി ദേ ലുക്ക് ഓർഗനൈസ്, ഒഫൻസീവ്ലി ദേ ലുക്ക് ഗുഡ്. ഏറ്റവും ഇപ്പോൾ ബാർസ റയലിനേക്കാളും ബാലൻസ്ഡ് ആയിട്ട് കളിക്കുന്നവരാണ് ഇപ്പം ഏറ്റവും ഓർഗനൈസ്ഡ് ആയിട്ട് കളിക്കുന്നത്. പക്ഷേ ഇപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ ഒന്നും പറയാൻ പറ്റത്തില്ല. സിമിയോണി ഔട്ട് ഓഫ് നോ വെയർ അവരൊരു ബാഡ് റൺ ഓഫ് ഫോമിലോട്ട് പോകും. അതെങ്ങനെയാണെന്ന് നമുക്ക് പോലും അറിയാത്തൊരു സിനാരിയോ വരും. അത് വന്നില്ലെങ്കിൽ കൊള്ളാം. അതുപോലെ തന്നെയാണ് ഇന്നലെ ന്യൂക്കാസിൽ യുണൈറ്റഡ് ആണെങ്കിൽ 4-1 എവർട്ടൺ എവേ മാച്ചിൽ എവർട്ടൻ്റെ ഹോം മാച്ചായിരുന്നു. അവിടെ ചെന്ന് 4-1 എവർട്ടനെ ന്യൂക്കാസിൽ തോപ്പിച്ചു. നിക് വോൾട്ടമേഡ് വീണ്ടും സ്കോർ ചെയ്തൊരു മത്സരമായിരുന്നു. പക്ഷേ മാലിക് തിയാവോൻ്റെ ഡബിൾ ആണ് ഗെയിമിൽ ചേഞ്ചർ ആയത്. ഫസ്റ്റ് ഒരു കോർണർ കിക്കിലൂടെ ഹെഡറിലൂടെ ഗോൾ സ്കോർ ചെയ്തുകൊണ്ട് മാലിക് തിയാവോ സ്കോറിങ് തുടങ്ങുമായിരുന്നു. പിന്നീടാണ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ മൈലിയുടെ ഗോൾ വരുന്നൊരു സിനാരി നമ്മൾ കണ്ടത്. നേരെ അടിച്ച ഷോട്ടാണ്. അത് പിക്ഫോർഡിന് സേവ് ചെയ്യായിരുന്നു. പിക്ഫോർഡിൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ്. ആളത് ലൂസ് ചെയ്യുകയാണ്. 2-0 ലീഡ് എടുക്കുന്നു. പിന്നീട് ഹാഫ് ടൈമിന് മുമ്പ് നിക് വോൾട്ടമേഡിൻ്റെ ഗോൾ വരികയാണ്. ആളിലോട്ട് ബോൾ ചെല്ലുമ്പോഴേക്കും എലാങ്ക ഇടുന്ന ബോൾ ആൾ നേരെ ചിപ്പ് ചെയ്യാണ് കീപ്പറിൻ്റെ മേളിലൂടെ. കംഫർട്ടബിളി 3-0 ആക്കുകയാണ്. ആൻഡ് സെക്കൻഡ് ഹാഫിൽ മാലിക് തിയാവോൻ്റെ ഒരു ഗോളും കൂടെ. അവിടെ ലൂയിസ് ഹാൾ ഇടുന്ന ക്രോസ് മാലിക് തിയാവോ ഒന്ന് അറ്റാക്ക് ചെയ്യണം. കോർണർ കിക്ക് സിനാരിയോയിലൂടെയാണ് വരുന്നത്. അത് 4-0 ഒരു ലീഡ് എടുക്കുകയാണ്. കംഫർട്ടബിൾ 4-0 എന്നൊരു സിനാരിയോയിലോട്ട് എത്തുവാണ്. ആൻഡ് ലൂയിസ് ഹാളൊക്കെ പോലത്തെ പ്ലേയേഴ്സ് ടീമിലോട്ട് ഇപ്പം ലിവർമെൻറ്റോ ഫിറ്റ് ആയതിനു ശേഷം ലൂയിസ് ഹാളിനെ നമ്മൾ സ്ഥിരം കാണുന്നുണ്ട്. ലൂയിസ് ഹാൾ ആൻഡ് ലിവർമെൻറ്റോ അറ്റ് ദ സെയിം ടൈം ഓൺ ദ പിച്ച് ഗെയിം ചേഞ്ചറാണ്. നിക് വോൾട്ടമേഡ് ഒരു 5 കളിയായിട്ട് ഓൾ കോമ്പറ്റീഷൻ ഗോൾ സ്കോറിംഗ് റോട്ടിലായിരുന്നു. പക്ഷേ ഇന്നലത്തെ മാച്ചിൽ ആളത് വീട്ടിയിട്ടുണ്ട്. പക്ഷേ ആൾ നല്ലപോലെ കളിക്കുന്നുണ്ട്. ആളുടെ എടുത്തു പറയേണ്ട കാര്യം ഇപ്പം ഏരിയലി ഹീ ലുക്സ് ഗുഡ്. ഒരു ഏരിയൽ അബിലിറ്റി കുറച്ച് വീക്കായിട്ട് പലരും ഇത്ര ഹൈറ്റ് ഉണ്ടെങ്കിലും പറയുമായിരുന്നെങ്കിലും ഹീ ലുക്സ് ഗുഡ്. ഏരിയയിൽ പുള്ളി ഇമ്പ്രൂവ് ആയതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട്. കൂടാതെ ആളുടെ ലിങ്കപ്പ് പ്ലേ ഒക്കെ അടിപൊളിയാണ്. എടുത്തു പറയേണ്ട കാര്യമാണ്. ഇവരെവിടെ വരെ പോകുന്നത്. പിന്നെ മാച്ച് തീരുന്നതിന് തൊട്ട് മുമ്പ് ഡ്രൂസ്ബറി ഹോളിൻ്റെ ഒരു കിഡിലൻ ഗോൾ ഉണ്ടായിരുന്നു. അവരുടെ ടർക്കോസ്കിയുടെ ബോൾ ഓവർ ദ ടോപ്പ് ആൾ ഒരു കിഡിലൻ ടച്ചിലൂടെ കൺട്രോളാക്കി പോയി ഫിനിഷ് ചെയ്തു. ഒരു 1.5 മാച്ചിലെ ഏറ്റവും ബെസ്റ്റ് ഗോൾ അതായിരുന്നു. പക്ഷേ അത് പോരാതായിപ്പോയി. 4-1 ഒരു കംഫർട്ടബിൾ വിക്ടറി ആയിട്ട് പോവുകയാണ് ന്യൂക്കാസിൽ യുണൈറ്റഡ്.
സോ അവിടുന്ന് നമ്മൾ മറ്റൊരു മാച്ചിലോട്ട് പോകാനായിട്ടാണെങ്കിൽ ബയൺ മ്യൂണിക്ക് ഇന്നലെ 3-1 സെന്റ് പോളിനെ തോപ്പിച്ചിട്ടുണ്ട് അലിയാൻസ് അറീനയിൽ. കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല ഈ മാച്ചിൽ. കാരണം 6-ാം മിനിറ്റിൽ തന്നെ സെന്റ് പോളി ലീഡ് എടുത്താണ്. അവിടെ കിമ്മിച്ചും ലെയ്മർ രണ്ടുപേരുടെയും മിസ്റ്റേക്ക് ഉണ്ട് ആ ഒരു ഗോളിൽ. അവർ ചീപ്ലി ബോൾ ഗീവ് അവേ അടിച്ചൊരു ഗോളാണ്. 1-0 പുറകെ പോകുന്നു. പിന്നീട് ഹാഫ് ടൈമിന് തൊട്ട് മുമ്പ് ഗൊറേറോയിലൂടെ ഈക്വലൈസ് ചെയ്യുവാണ് ബയൺ മ്യൂണിക്ക്. പിന്നീട് അവർ പിടിച്ചു നിന്നു. 1-1 ഡിഫെൻസീവ്ലി പക്ക ഓർഗനൈസ്ഡ് ആയിട്ട് നിന്നു. പക്ഷേ 90+ തേർഡ് മിനിറ്റിൽ കിമ്മിച്ചിൻ്റെ ക്രോസ് ഇൻ ടു ദ ബോക്സ് അതൊന്ന് ലൂയിസ് ഡിയാസ് ഹെഡ് ചെയ്ത് വിന്നർ ഗോൾ സ്കോർ ചെയ്യുന്നൊരു സിനാരിയോ നമ്മൾ കണ്ടു. 2-1 ആക്കി. പിന്നീട് നിക്കോളാസ് ജാക്സൺ ഒരു ഗോളും സ്കോർ ചെയ്തുകൊണ്ട് 90+ 7th മിനിറ്റിലാണ് ആ ഗോൾ വരുന്നത്. അത് ഓഫ് സൈഡ് അല്ലായിരുന്നു. കാരണം അവരുടെ പ്ലെയർ തന്നെയാണ് ആ ബാക്കിലോട്ട് പാസ് ഇട്ടത്. സോ അതുകൊണ്ട് ആൾ ഓഫ് സൈഡ് അല്ലായിരുന്നു. ആൾ പോയത് കൺവേർട്ട് ചെയ്ത് 3-1 ആക്കുകയാണ്. പക്ഷേ കാര്യം അത്ര കംഫർട്ടബിൾ അല്ലായിരുന്നു വിചാരിച്ചത്ര. പക്ഷേ ലൂയിസ് ഡിയാസ് അഗെയിൻ മാൻ ആ പിച്ചിൽ ഇൻറ്റൻസിറ്റി കൊടുത്തിട്ട് പ്ലേ ഫസ്റ്റ് ഗോളിലും സെക്കൻഡ് ഗോളിലും. ഫസ്റ്റ് ഗോളിലും ആൾക്ക് ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. സെക്കൻഡ് ഗോളും പറയേണ്ട ആവശ്യമില്ല. യു വാസ് റിയലി ഗുഡ്. സോ ലൂയിസ് ഡിയാസ് പ്രോബ്ലി മാൻ ഓഫ് ദ മാച്ച് ലെവൽ പെർഫോമൻസ് ഇൻ ദിസ് മാച്ച്. വിക്ടറി ആയിട്ട് പോവുകയാണ് ബയൺ മ്യൂണിക്ക്. ആൻഡ് ബയണിൻ്റെ മേ ബി പ്ലേയേഴ്സ് ഫറ്റീഗ് ആവുന്നതിൻ്റെ ചില ലക്ഷണങ്ങൾ കാണാനായിട്ടുണ്ട്. ഹാരി കെയ്ൻ കഴിഞ്ഞ 2-3 മാച്ചസ് ആയിട്ട് കുറച്ച് അണ്ടർ പെർഫോം ചെയ്യുന്നതും തലവേദനയാണ് ബയണിന്. പക്ഷേ എന്നാലും ബയണിൻ്റെ ബിഗ്ഗസ്റ്റ് ഇഷ്യൂ ഇതാണ്, ലാക്ക് ഓഫ് സ്ക്വാഡ് വിത്ത്. മേ ബി ജനുവരിയിൽ അവർ 2-3 അഡീഷൻസ് നടത്തുന്നത് അത്യാവശ്യം. കൂടാതെ മുസിയാലയും അതുപോലെ തന്നെ ഡേവിസും എത്രയും പെട്ടെന്ന് തിരിച്ചു വരേണ്ടത് അത്യാവശ്യമായിട്ട് തോന്നുന്നത്. സ്ക്വാഡ് ഡെപ്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെയാണ് ഇന്നലെ ലെവർകൂസൻ വേഴ്സസ് ഡോൺമുണ്ട് മാച്ചിൽ ഡോൺമുണ്ട് ലെവർകൂസനെ അവർ ഹോമിൽ ചെന്ന് 2-1 തോപ്പിച്ചിട്ടുണ്ട്. സോ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. അസൽമീനോയുടെ ഒരു കോർണർ കിക്ക് ഹെഡറായിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ട് ആദ്യമേ ഡോൺമുണ്ട് ലീഡ് എടുക്കുമായിരുന്നു. പിന്നെ ആഡിയമ്മയുടെ ഒരു കിഡിലൻ ഹെഡർ ഫിനിഷിലൂടെ ക്രോസ് വന്നത് ഫിനിഷ് ചെയ്തുകൊണ്ട് 2-0 ലീഡ് എടുക്കുകയായിരുന്നു. പിന്നീട് ലെവർകൂസൻ ഒരു ഗോൾ തിരിച്ചടിച്ചു. പക്ഷേ ഇറ്റ് വാസ് ടു ലേറ്റ്. ഈക്വലൈസർ സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചില്ല. ഒരു 2-1 വിക്ടറി ആയിട്ട് ബൊറൂസിയ ഡോൺമുണ്ട് പോകുന്നുണ്ട്. ലെവർകൂസനെ അങ്ങനെ തോപ്പിച്ചിരിക്കുകയാണ് അവരുടെ ഹോമിൽ ചെന്നിട്ട്. കൂടാതെ മറ്റൊരു മാച്ചിലോട്ട് കടക്കുമ്പോഴേക്കും ഇന്നലെ AC മിലാനാണെങ്കിൽ 1-0 ലാസിയോനെ തോപ്പിച്ചിട്ടുണ്ട്. റാഫേൽ ലിയാവോ നേടിയ ഗോളാണ് AC മിലാൻ ഈ വിക്ടറി നേടിക്കൊടുത്തത്. അതിനെടുത്ത് പറയേണ്ട കാര്യം മൈക്ക് മാഗ്നാൻ അഗെയിൻ സ്റ്റെപ്പ് അപ്പ് ചെയ്തൊരു മാച്ച് തന്നെയായിരുന്നു. ആദ്യത്തെ ഫസ്റ്റ് ഹാഫിൽ ആളിൽ ഒരു 1.5 സേവ് ഉണ്ടായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. കൂടാതെ ഈ മാച്ചിൽ ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. ലാസ്റ്റ് മൊമെൻറ്റ് പവലോവിച്ച് ഒരു ഫൗള് കമ്മിറ്റ് ഹാൻഡ് ഒരു സിനാരിയോ ഉണ്ടായിരുന്നു. പക്ഷേ അത് പവലോവിച്ചിന് ഹാൻഡ് ബോൾ വരുന്നതിന് മുമ്പ് അവിടെ ലാസിയോടെ ആ പ്ലെയർ ഫൗൾ ചെയ്യുന്നുണ്ട്, തള്ളുന്നുണ്ട്. സോ അതുകൊണ്ട് അത് പെനൽറ്റി ആയില്ല. അവിടെ ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. അലഗ്രി അവിടെ കിടന്ന് ആർഗ്യുന്നൊക്കെ ഉണ്ട്. അലഗ്രി റെഡ് കാർഡ് കിട്ടുന്ന ഒരു സിനാരിയോ നമ്മൾ കണ്ടു. സോ ആ ഒരു മൊമെൻറ്റ് ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. പക്ഷേ 1-0 ഒരു വിക്ടറി. കുറച്ച് ട്രൈ ആയിരുന്നു രണ്ട് ടീമുകൾക്കും. ആ ഒരു ചാൻസ് ഒഴിച്ച് AC മിലാനും കാര്യമായിട്ട് ക്രിയേറ്റ് ചെയ്തില്ല, ലാസിയോയും കാര്യമായിട്ട് ക്രിയേറ്റ് ചെയ്തില്ല. പക്ഷേ ഒരു 1-0 വിക്ടറി AC മിലാനോടൊപ്പം നിൽക്കുകയാണ്. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. അതുപോലെ തന്നെ കാഗ്ലറീനെ 2-1 യുവൻറ്റസ് തോപ്പിച്ചിട്ടുണ്ട്. കാഗ്ലറി ലീഡ് എടുത്താണ്. പക്ഷേ ഇൽഡിസ് തിരിച്ച് 2 ഗോൾ അടിച്ചുകൊണ്ട് യുവൻറ്റസിന് ഒരു കംഫർട്ടബിൾ എന്ന് പറയാൻ പറ്റത്തില്ല, കുറച്ച് സ്ട്രഗിൾ ചെയ്ത് തന്നെയാണ് 2-1 ഒരു വിക്ടറി യുവൻറ്റസ് നേടുന്ന ഒരു സിനാരിയോ നമ്മൾ കണ്ടു. സോ ഇതൊക്കെയാണ് ഇന്നലെ നടന്ന മാച്ചുകൾ. കൂടാതെ ഇന്നലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് മാച്ചുകൾ ബോൺമുത്ത് വേഴ്സസ് സണ്ടർലാൻഡ് ആയിരുന്നു. 2-0 പുറകിൽ പോയതാണ് സണ്ടർലാൻഡ്. പക്ഷെ അവിടുന്ന് ഒരു 1.5 കംബാക്ക് നടത്തുമായിരുന്നു. എൻസോ ലീഫിയിലൂടെ ഫസ്റ്റ് ഹാഫ് തന്നെ ഒരെണ്ണം തിരിച്ചടിച്ച് 2-1 ആക്കി. പിന്നീടാണ് നമ്മൾ 2 ഗോളുകൾ സെക്കൻഡ് ഹാഫ് വരുന്നത് കണ്ടത്. ട്രയോറയുടെ ഒരു ഗോളും പിന്നെ ബ്രോബറിയാണ് വിന്നറും സ്കോർ ചെയ്യുന്നത്. സോ സണ്ടർലാൻഡ് 3-2 ഹോമിൽ 2-0 പുറകിൽ പോയതിനു ശേഷം അത് ഫസ്റ്റ് ഹാഫ് തന്നെ ബോൺമുത്തിന് അഗെയിൻസ്റ്റ് ഒരു കംബാക്ക് നടത്തി വിക്ടറി ആയിട്ട് പോകുന്നത്. സോ ഇതൊക്കെയാണ് ഇന്നലെ നടന്ന മാച്ചുകളും വിശേഷങ്ങളും ഒക്കെ. സോ എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. സോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും